സംസ്ഥാനത്ത് മോട്ടോർ വാഹന വകുപ്പിന്റെ ചെക്ക് പോസ്റ്റുകൾ നിർത്തലാക്കാൻ ആലോചന. ചെക്ക് പോസ്റ്റുകൾ വഴി കൈക്കൂലി വാങ്ങുന്നുവെന്ന വിജിലൻസ് കണ്ടെത്തലിനെ തുടർന്നാണ് പുതിയ നീക്കം. GST വകുപ്പുമായി സഹകരിച്ച് പുതിയ പരിശോധനാ രീതിക്കുള്ള ശുപാർശയും സർക്കാരിന് സമർപ്പിക്കും. GST നടപ്പിലാക്കിയതോടെ ചെക്ക് പോസ്റ്റുകൾ നിർത്തലാക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശമുണ്ടായിരുന്നു. GST നടപ്പിലാക്കിയതോടെ ചെക്ക് പോസ്റ്റുകൾ നിർത്തലാക്കണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം നിലനിൽക്കെയാണ് സംസ്ഥാനത്ത് മോട്ടോർ വാഹന വകുപ്പിന്റെ 20 ചെക്ക് പോസ്റ്റുകളും പ്രവർത്തനം തുടരുന്നത്. ഓൺലൈൻ വഴി ടാക്സ് പെർമിറ്റ് എടുത്താലും രേഖകൾ പ്രിന്റ് ഔട്ട് എടുത്ത് ചെക്ക് പോസ്റ്റുകളിൽ കാണിക്കണമെന്ന് 2021 ജൂൺ 16 പുറത്തിറക്കിയ സർക്കാർ ഉത്തരവിനെ തുടർന്നാണ് നേരിട്ടുള്ള പരിശോധന തുടർന്നത്. എന്നാൽ പരിശോധനയ്ക്കപ്പുറം ചെക്ക് പോസ്റ്റുകൾ കൈക്കൂലി കേന്ദ്രങ്ങളായി മാറിയത് സർക്കാരിനും മോട്ടോർ വാഹന വകുപ്പിനുമൊക്കെ വലിയ നാണക്കേടുണ്ടാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം പാലക്കാട്ടെ ചെക്ക് പോസ്റ്റിൽ നടത്തിയ പരിശോധനയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കൈക്കൂലിയാണ് പിടികൂടിയത്. ഈ സാഹചര്യത്തിലാണ് ചെക്ക് പോസ്റ്റുകൾ നിർത്തലാക്കുവാനുള്ള തീരുമാനം. ചെക്ക് പോസ്റ്റുകളിലെ AI ക്യാമറകൾ വഴി എല്ലാ വാഹനങ്ങളുടെയും നമ്പറുകൾ തിരിച്ചറിയാനുള്ള മൊഡ്യൂൾ ക്രമീകരിക്കും. പരിവാഹൻ വഴിയാകും സൗകര്യമൊരുക്കുക. നികുതി അടക്കമുള്ള കാര്യങ്ങളിൽ ഓൺലൈൻ പരിശോധന നടത്താനും പിഴ ഈടാക്കാനും സാധിക്കും. GST വകുപ്പുമായി സഹകരിച്ച് പുതിയ പരിശോധനാ രീതിയും ആലോചനയിലുണ്ട്. ശുപാർശകൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉടൻ ഗതാഗത വകുപ്പിന് കൈമാറും. പിന്നീട് ഗതാഗത വകുപ്പ് നിർദ്ദേശം സർക്കാരിലേക്കും അയക്കും. സർക്കാരാണ് വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. ജനം, തിരുവനന്തപുരം.